ഏട്ടാ ചായ ടേബിൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഏട്ടാ ചായ ടേബിൾ വെച്ചിട്ടുണ്ട് കേട്ടാ. ഞാൻ കുറച്ചൊരു ന്യൂസ് കാണട്ടെ. ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോലീസ് പട്രോളിംഗ് പോകുന്നത്. കൊച്ചിയിലെ ലോഡ്ജിൽ 1.5 മാസം പ്രായമുള്ള കുഞ്ഞിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കുഞ്ഞിന്റെ അമ്മയെയും സുഹൃത്തിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ലോഡ്ജിൽ താമസക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ലോഡ്ജിലെ ഉടമസ്ഥർ പറയുന്നത്, ഈ മാസം 30-ാം തീയതി ഇവിടെ റൂം എടുത്തു, അത് തന്നെ തിരിച്ചെത്തുകയും ചെയ്തിരുന്നു. 1-ാം തീയതിയാണ് ഇവർ കുഞ്ഞുമായി എവിടെ ബാമേ? നീ ഇതെവിടെ? ഒരനക്കില്ലല്ലോ. ആ, നീ ഇവിടെ ഇരിക്കണ്ടോ? എന്തേട്ടാ ഇതെന്താ കാലത്ത് നിന്ന് കരയുന്നേ? വീട്ടിൽ നിന്നെല്ലാം വിളിച്ചോ? എന്താ പ്രശ്നം? അതൊന്നുമില്ല ഏട്ടാ. രാവിലെ തന്നെ ന്യൂസ് കാണിരുന്നത് ഞാൻ. പക്ഷെ ഇന്ന് വന്നൊരു ന്യൂസ് കണ്ട. ആ കൊച്ചിയിലൊരു കുഞ്ഞിനെ പ്രസവിച്ച നിമിഷങ്ങളായിട്ടുള്ളൂ. അതിന് ടെറസിന്റെ മുകളിൽ നിന്ന് എടുത്ത് റോട്ടിലേക്ക് എറിയുന്ന ദൃശ്യം കണ്ടിട്ടുണ്ടല്ലോ. സഹിക്കാൻ പറ്റില്ല ഏട്ടാ. ആ പെണ്ണിനെ എങ്ങനെ തോന്നി ആ കുഞ്ഞിനെ അങ്ങനെ വലിച്ചെറിയാനായിട്ട്? അതിപ്പോ കേരളത്തിൽ സാധാരണ നടത്തുന്നു ഒരു ഉത്സവമാണത്. എന്നാലും പിഞ്ചു കുഞ്ഞിന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റേട്ട ആർക്കെങ്കിലും? നമുക്കൊരു പക്ഷി കുഞ്ഞിനെ പോലും നമുക്ക് കൊല്ലാൻ തോന്നും. എന്നിട്ടാണ് ഒരു മനുഷ്യ കുഞ്ഞിനെ. ഈ കണ്ട ആൾക്കാരൊക്കെ നന്നാക്കാൻ നിനക്ക് പറ്റുമോ? ഈ രാവിലെ തന്നെ ഉള്ള മൂട് കളയല്ലേ ഒരു ന്യൂസ് കണ്ട കാര്യത്തിന്. ഇത് എന്നും വരുന്നതാ, കേരളത്തിലെ എന്നും വരുന്ന എല്ലാ ചാനലുകളും എപ്പോഴും വരുന്ന ന്യൂസ്. ഇതിനൊന്നൊരു ഇതെങ്ങനെ ചേട്ടൊരു സാധാരണ ന്യൂസ് ആവണേ? എത്ര അമ്മമാരെ മക്കളെ കൊല്ലണേ? നമ്മ തന്നെ ഇപ്പൊ എത്ര എണ്ണം കണ്ട്. നമുക്കൊരു കുഞ്ഞിനെ കിട്ടാനായിട്ട് നമ്മ എന്തോരം വഴിപാടുകൾ ചെയ്ത്, എത്ര ഹോസ്പിറ്റലിൽ കയറി. നമ്മുടെ സമ്പാദ്യം മൊത്തം നമ്മൊരു കുഞ്ഞിന് വേണ്ടി ചെലവാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. നമ്മളെപ്പോലെ മക്കളില്ലാണ്ട് എത്ര അമ്മമാരുണ്ടാവും. നമ്മുടെ കല്യാണം കണ്ടിട്ട് 10-12 വർഷമായില്ലേ. നമ്മ എത്തോരം പ്രാർത്ഥിച്ചൊരു കുഞ്ഞുണ്ടാവാനായിട്ട്. നമ്മളെപ്പോലെ എത്ര അമ്മമാരിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു കുഞ്ഞിനെ കിട്ടാൻ. ദൈവം അർഹതയില്ലാത്തവർക്കല്ല മക്കളെ കൊടുക്കുന്നത്. നമ്മളെപ്പോലെ എന്തോരം അർഹതയുള്ളവരുണ്ട് മക്കളെ കിട്ടാനായിട്ട്. എന്നിട്ട് ദൈവം എന്താ അതില്ല, അർഹതയില്ലാത്തവർക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ. എടി, ദൈവം കണ്ണുപൊട്ടനല്ല, അർഹതപ്പെട്ടവർക്ക് ദൈവം തരും. നമുക്കതിന് സമയമായില്ല എന്നേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇതൊക്കെ കാണുന്നില്ല. എന്താ കാരണം എന്നറിയോ? ദൈവത്തിന് നിരക്കാത്ത കുറേ കളികൾ ഈ ഭൂമിയിലുണ്ട്. അതൊന്ന് കണ്ണോടിച്ചു, അത്രേ ഉള്ളൂ. കലികാലമാ, കലികാലം. മനസ്സിലായോ? കലികാലം വരുന്നുള്ളൂ. ചേട്ടൻ നോക്കിക്കോ. വെറുതെ അല്ല നമ്മുടെ നാട്ടിൽ സുനാമിയും പ്രളയമൊക്കെ വന്ന് എല്ലാം വലിച്ചെടുത്തോണ്ട് പോയത്. ഇനിയും അതിനേക്കാളും വലുതെന്തോ വരാനിരിക്കുന്നുണ്ട്. പിഞ്ചു കുഞ്ഞുങ്ങളെ ഭൂമിയിൽ വീണപ്പോഴേക്കും വലിച്ചെറിഞ്ഞ് കൊല്ലണത്. അത്രയും ദുഷ്ടന്മാരാണ് നമ്മുടെ ലോകത്തുള്ളത്. ചേട്ടൻ നോക്കിക്കോ, നമുക്ക് സുനാമിനേക്കാളും പ്രളയത്തെക്കാളും അതിന് വലിയതായിട്ട് എന്തോ ആപത്ത് വരാൻ പോണ്ടിഞ്ഞ് ഭൂമിക്ക്. അത്രയും ദുഷ്ടന്മാരാ മനുഷ്യരിൽ കുറെ ആൾക്കാരെങ്കിലും. നമ്മുടെ എന്താ പറയാ, എല്ലാം നശിപ്പിച്ചോണ്ടിരിക്കുക. കേരളത്തെ പറ്റി പുറത്ത് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് ചെവി പൊത്തേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടുപോകണേ. കാരണം നമ്മുടെ കേരളത്തിലാണ്
കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ കൊന്നു കട്ടിക്കളയണേ. എന്റെ ഭാമേ, നീ ഇത് എന്തു ഭാവിച്ച? ഇങ്ങനെ കുത്തിയിരുന്ന് കരഞ്ഞ് നീ വല്ല അസുഖം പഠിപ്പിക്കോ? കേരളത്തിൽ ഇതുപോലെ അമ്മമാര് ഇഷ്ടം പോലെ ഉണ്ടടി. നീ നോക്ക്, ടിവിയിലും പത്രത്തിലും ദിവസം വരുന്ന ന്യൂസുകൾ. നീ വന്ന് ചായ കുടിക്ക്. ഇതോർത്ത് നീ എന്തിനാ വിഷമിക്കുന്നേ? വേറെ ഒന്നല്ല കേട്ടാ, കരഞ്ഞു പോയതേ. ഇന്നാളും ഇതുപോലെ ഒരു കൊച്ചിനെ കടൽ തീരത്തുള്ള ഒരു അമ്മ വലിച്ചെറിഞ്ഞ് കടലിൽ കളഞ്ഞ ന്യൂസ്. ഇപ്പം ഇതിങ്ങനെ ഇതുപോലത്തെ ഒത്തിരി ന്യൂസുകൾ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കലും കൊല്ലലും എന്തൊക്കെ ചെയ്തു കൂട്ടുന്ന നമുക്ക് തന്നെ ഒരു പിടിപാടില്ല. ഞാൻ ചോദിക്കണത് എന്തോരം അനാഥാലയങ്ങളുണ്ട് ചേട്ടാ, കുട്ടികൾ കൊണ്ട് കൊടുക്കാൻ പറ്റും എന്തോരം അനാഥാലയങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ. ഇവർക്ക് പ്രസവിച്ചിട്ട് വേണ്ടെങ്കിൽ അതിനെ കൊന്ന് കാട്ടി കളയാണ്ട് അനാഥാലയത്തിൽ കൊണ്ട് കൊടുത്തൂടെ? നമ്മളെപ്പോലുള്ള മക്കളില്ലാത്ത എന്തോരം മാതാപിതാക്കളുണ്ട്, അവരൊക്കെ എടുത്ത് വളർത്തിക്കോളൂല്ല ചേട്ടാ. എന്ത് ഇവരിതൊന്നും മനസ്സിലാക്കാത്ത? ഇവർക്ക് അവർ കൊന്നിട്ട് എന്ത് കിട്ടാനാ? ഇപ്പൊ അവര് ജയിലിൽ പോയില്ലേ, അവൾക്ക് എന്ത് കിട്ടിയ കൊച്ചിനെ കൊന്നിട്ട്? പീഡിപ്പിച്ചെന്ന് പറയും, ചിലവര് പ്രണയിച്ചു പോയിന്ന് പറയും, ചിലവര് കാമുകന്മാരെ ഉപേക്ഷിച്ചെന്ന് പറയും. എന്ത് നേടി? ചിലർ കാമുകന്മാരെ കൂടെ പോവാൻ വേണ്ടിക്ക് സ്വന്തം മക്കളെ കൊന്നിട്ട് പോണ്. ഇവരൊക്കെ എന്നിട്ട് എന്ത് നേടി? എടി, നിന്റെ വിഷമാർക്ക് മനസ്സിലാവും. പിന്നെ അതിന്റെ പേരിൽ നീ ഇവിടെ കരഞ്ഞു വലിച്ചിരുന്നൊരു കാര്യമില്ല. കാര്യങ്ങൾ അതിന്റെ വഴിക്ക് പോകും. ഡെയിലി കാണുന്നതല്ലേ ഇത്. അപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം. നീ ആ ഡ്രസ്സൊന്ന് എടുത്തന്നെ, ഞാൻ പോയിക്കോളാം. കാര്യങ്ങളുടെ വഴിക്ക് പോകണം ചേട്ടൻ. നോക്കിക്കോ, എല്ലാവർക്കും ഒരു തിരിച്ചടി വരുന്നുണ്ട് ചേട്ടാ. സുനാമിനേക്കാളും പ്രളയത്തെക്കാളും വലുത് മനുഷ്യന്റെ അഹങ്കാരം ഉണ്ടല്ലോ. ഇനി ഒരു മനുഷ്യനെ അഹങ്കരിക്കില്ല. ഒരുത്തിനും തെറ്റ് ചെയ്യാത്ത വിധം ദൈവം എല്ലാത്തിനും പൂട്ടും. അത്രയും വലിയ നികൃഷ്ടമായ പ്രവൃത്തികളാണ് ഓരോ മനുഷ്യനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ചേട്ടൻ നോക്കിക്കോ, അമ്മയായില്ലെങ്കിലും അമ്മയാവാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ. ഞാൻ പറഞ്ഞ അതുപോലെ തന്നെ വരും. ഇനി ഒരു കുഞ്ഞും ഇതുപോലെ മരിക്കേണ്ട അവസ്ഥ വരരുത്, ദൈവം വരുത്തില്ല. ഇങ്ങനെയുള്ള അമ്മമാര് ഉണ്ടാവരുത്, ഭൂമിയിൽ ഉണ്ടാവരുത് ഇങ്ങനെയുള്ള അമ്മമാര്. ചേട്ടൻ വാ. Watch and subscribe your funniest YouTube RK Angel.